കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നിയമം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശ്രീ വെങ്കടാചലം, എന്തുകൊണ്ടാണ് കേരള വിഷൻ ന്യൂസ് പലതവണ ആവർത്തിച്ച് താങ്കളോട് അഭ്യർത്ഥിച്ചിട്ടും മുഖം കാണിച്ചുകൊണ്ട് തത്സമയം നമ്മളോട് ഈ പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കാത്തത്? മുഖം കാണിക്കുന്നതിൽ എനിക്ക് ട്യൂഷൻ എടുക്കലാണ് എന്റെ പണി. അപ്പോ ഇതിനു വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ആ സമയം ട്യൂഷൻ എടുക്കണ പോവും. അപ്പൊ സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്, വീട്ടിലാണ് എന്റെ ട്യൂഷൻ ഉള്ളത്. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് ഈ ഇന്റർവ്യൂസ് മുഴുവൻ കൊടുക്കുക. വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ പണിയും ചെയ്യാം, അതിന്റെ ഇടയിൽ കൂടെ ഇന്റർവ്യൂവും കൊടുക്കാം എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം അതല്ല. ഞാൻ പ്രതീക്ഷിച്ചത് മറ്റൊരു സന്ദർഭത്തിൽ താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ ഇരിക്കുന്ന സ്ഥലം ഉത്സവ മാഫിയയ്ക്ക് മനസ്സിലാവും, താങ്കൾ അവരുടെ നോട്ടപ്പുള്ളിയാണ് എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ചർച്ചയ്ക്കൊക്കെ ഈ TV-കാരുടെ സ്ഥാപനത്തിൽ വന്നിരുന്നാല് ഞാനവിടെ ഇരിക്കുന്നുണ്ടെന്ന് പലർക്കും മനസ്സിലാവും. അവിടുന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാത്രി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സാധാരണ മുഖം കാണിച്ചുള്ള വർത്തമാനങ്ങൾ പറയുന്നത്, ഒന്നില്ലെങ്കിൽ ക്യാമറ കൊണ്ട് വീട്ടിൽ വന്നിരുന്നാൽ വീട്ടിൽ നിന്ന് ലൈവ് ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് TV-യിൽ ചർച്ചയിൽ പങ്കെടുക്കും. ഈ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി ഒരു സ്ഥാപനത്തിൽ പോയിരുന്ന് അവിടുന്ന് ആ പരിപാടി തിരിച്ചു വരുമ്പോൾ റോട്ടിൽ വെച്ചിട്ട് ഭീഷണി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പുറമെ എവിടെ പോയി ഇരുന്നിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാത്തത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഭീഷണികൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കൂടെ ഒക്കെ വരും. നേരിട്ടുള്ള ആക്രമണങ്ങൾ വളരെ കുറവാണ്. അതൊരിക്കൽ 2008 ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കോടതി കേസായി പിന്നെ ആളുകൾ റോട്ടിൽ വെച്ചിട്ടൊന്നും ആക്രമിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഈ പരിസ്ഥിതി പ്രവർത്തകർ, പരിസ്ഥിതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, അവരെ കുറിച്ച് വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ആരുടെ വിദേശ ശക്തികളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പരിസ്ഥിതി പ്രവർത്തകർ സംസാരിക്കുന്നത് എന്നാണ്. അതേപോലെ താങ്കൾക്കെതിരെ, ഈ ഉത്സവ മാഫിയക്കെതിരെ സംസാരിക്കുന്നതിന് താങ്കൾക്ക് ആരെങ്കിലും പണം തരുന്നു എന്നൊക്കെ ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ടോ? അയ്യോ, ആരോപണം മാത്രമല്ല, നിരവധി അന്വേഷണങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ധനകാര്യ മന്ത്രാലയവും എനിക്ക് ഇവിടുന്നൊക്കെയാണ് പൈസ വരണേ എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിഭീകരമായിട്ടുള്ള അന്വേഷണം. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ BP-യിൽ റേഷൻ കാർഡ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പോയിട്ടുള്ളത്. ഞാൻ ട്യൂഷൻ എടുത്തിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. 28 കൊല്ലമായിട്ട് എനിക്ക് ഒരാളുടെ നിന്നും പൈസ വാങ്ങിച്ച് പ്രവർത്തിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. വിദേശ മാധ്യമങ്ങളിലൊക്കെ എന്റെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇവർ പറയുന്നത് വിദേശത്ത് നിന്ന് ഞാൻ പൈസ വാങ്ങിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഇന്ത്യയിലുള്ള ഒരാൾക്ക് പൈസ കിട്ടണമെങ്കിൽ ഡൽഹിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ പൈസ വരുള്ളൂ. അങ്ങനെ വരുന്ന പൈസ എവിടേക്കാ പോകണമെന്ന് അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും സംവിധാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് വിദേശത്ത് നിന്ന് പൈസ വരുന്നു എന്നുള്ളത് ആരോപണം മാത്രമാണ്. എനിക്ക് വിദേശത്ത് നിന്ന് പൈസ വരുന്നില്ല, ഞാൻ വിദേശത്തുള്ള പൈസ വാങ്ങിച്ച് ഉപയോഗിക്കണില്ല എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ തെളിവ് സഹിതം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഈ വെങ്കടാചലത്തിന് വേണമെങ്കിൽ BP-യിൽ റേഷൻ കാർഡിനെ അപേക്ഷിച്ചാൽ അത് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളും സംസ്ഥാന സർക്കാരിലുണ്ട്. ഞാൻ ഇതുവരെ BP-യിൽ റേഷൻ കാർഡിന് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല. വെങ്കടാചലം ഒരു ഈശ്വര വിശ്വാസിയാണോ? അമ്പലങ്ങളിലെ നല്ല നല്ല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണോ? ഞാൻ ഈശ്വര വിശ്വാസമുള്ള ആളാണ്. ഞാൻ പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരനെ ആരാധിക്കുന്നതാണ്. മാത്രമല്ല ഈ വെടിക്കെട്ടും ആനയും ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ട് ആരാധന നടത്താറുണ്ട്. വെടിക്കെട്ടും ആനയും ഉള്ള ക്ഷേത്രങ്ങളിൽ അത് അവസാനിപ്പിക്കാതെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള ഒരാളാണ്. ആനകളെ ദ്രോഹിക്കുന്നതിനോടുള്ള താങ്കളുടെ എതിർപ്പ് അല്ലാത്തതൊക്കെ ഞാൻ എന്റെ സ്വന്തം വീട്ടില് ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ദൈവത്തെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഇതേപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിമർശനങ്ങളെയും എങ്ങനെ കാണുന്നു? ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാല് ഈ പുറ്റിങ്ങല് വെടിക്കെട്ട് തീർന്നുണ്ടായപ്പോ 2016 തന്നെ പ്രധാനമന്ത്രി അത് വന്ന് നോക്കുകയും കേരളത്തിൽ മാത്രമാണ് അതിഭീകരമായിട്ടുള്ള ഉത്സവ വെടിക്കെട്ടുകൾ നടന്ന ആളുകൾ മരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് ബോധ്യം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി തന്നെ ആ വെടിക്കെട്ട് നിയമം മാറ്റാൻ പറഞ്ഞിട്ടും മാറ്റാതായിട്ട് കേരളത്തിൽ അടുപ്പിച്ച് 3-4 വെടിക്കെട്ട് അപകടം ഉണ്ടായ പിന്നെയാണ് ഇപ്പോ 2016 മാറ്റാൻ നിശ്ചയിച്ച ഫയർ വർക്സ് ഡിസ്പ്ലേ റൂൾസ് കഴിഞ്ഞ മാസം മാറ്റിയിട്ടുള്ളത്. അത് ഇന്ത്യ അടിസ്ഥാനത്തിൽ മാറ്റാൻ കാരണം കേരളത്തിലത്തെ ഭീകരമായിട്ടുള്ള വെടിക്കെട്ട് അപകടങ്ങളാണ്.